ഗൈസ് ഞങ്ങളന്ന് വാങ്ങിയ കോഴിക്കുട്ടികൾ ഇത്ര ആയി ഗൈസ്. അത് കാണിച്ചു തരാം. ഇതാ ഞങ്ങൾ കോഴിക്കുട്ടികൾ ഇത്ര ആയി ഗൈസ്. പിന്നെ അതിലുണ്ട് കുറച്ച് കോഴിക്കുട്ടികൾ. എൻ്റെ കയ്യുമ്മ എന്തത് എന്താ ഈ കാട്ടിക്കണത്? ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ വീടാണ്. വീടിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ട് മോക്ടെയിൽ വ്ളോഗ് എന്നായിരുന്നു എൻ്റെ പേര്. പക്ഷെ ഞങ്ങൾക്കത് നഷ്ടപ്പെട്ട് അതിലെല്ലാ വീടിൻ്റെ പണി എല്ലാതും ഇട്ടിരുന്നതാണ്. പക്ഷെ അത് നഷ്ടപ്പെട്ടു. റോഡ് പണിയുടെ ഒക്കെ ഇട്ടിന്ന് ഞങ്ങളതൊക്കെ പോയി. ചാലിൻ്റെ പഴയ ആദ്യത്തെ ഞങ്ങളുടെ ചാലൊക്കെ ഇപ്പോൾ പണി ഇന്നലെ കഴിഞ്ഞ് ഇപ്പോൾ നനക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെയൊക്കെ ഇട്ടിക്കുകയാണ്. ഇനി നാളെ തപ്പത്തിൽ കൂടെ ഒക്കെ കോൺക്രീറ്റ് ഉണ്ട്. പിന്നെ തലക്കുണ്ട് കോൺക്രീറ്റ്. ഈ തല വേറെ ഇട്ടിക്കുന്നു. കോളനിയൊക്കെ അങ്ങോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നല്ല പണി ഞങ്ങൾ റോട്ടിൽ ഇങ്ങനെ അതിൽ നനക്കാൻ വേണ്ടി ഞങ്ങൾ ഇട്ടതാണ്. പിന്നെ അവിടെ പണിയുണ്ട്. വീടാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ അയക്കണേ. ഇവിടെ ഞങ്ങൾക്ക് പാടുന്നുണ്ട്. ഇതൊക്കെ ഇന്നലെ ഇട്ടതാണ്. മോന് അതാ കോഴിക്ക് വെള്ളം വെച്ച് കൊടുക്കുകയാണ്. അവന് കോഴിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ കിട്ടൂല എന്ന് മാത്രം. അതിൻ്റെ വെള്ളയിലൊന്നുമില്ല കേട്ടോ. ഞാൻ തൊട്ട് നോക്കി, വെള്ളയിലൊന്നുമില്ല. പിന്നെ തീറ്റാണെങ്കിൽ ഉച്ചക്ക് ഇട്ടെടുത്തിട്ടില്ല. ഉച്ചക്ക് ഉമ്മച്ചി ഇട്ടെടുത്തോണു. ഇത് കണ്ടിട്ടില്ല എന്നുള്ളൂ. ഞാൻ ഇട്ടെടുത്തോണു. ഏതോ ഇത് മാത്രം ഇട്ടെടുക്കല്ലേ? കുറച്ചിട്ടെടുത്തി ഉച്ചക്ക്. പിന്നെ ഗോതമ്പുണ്ട്, അതിട്ടെടുത്തു. ഈ കോഴികളെ മേൽക്ക് എഴുതാനുള്ള പിന്നെ നമ്മളത്തെ ഐഡിയ നമ്മളിത് തുള്ളി ഇട്ടെടുക്കും. ബാക്കി ഫുള്ള് ഗോതമ്പ് ഇട്ടെടുക്കായേ. ഈ കോഴിക്കുട്ടികൾക്കാണ് കഴിച്ചത്. ഗോതമ്പ് ഇരിക്കുന്നത് നമുക്ക് ഇത് തുറന്നിട്ട് ഇത് മാത്രമല്ല ഇട്ടെടുക്കണം, ബാക്കിയുള്ളവർക്ക് ഇട്ടെടുക്കണ്ടേ. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കുകയാണ് മോന്. ഞങ്ങൾക്ക് വീട്ടിൻ്റെ അപ്പുറത്തെ സൈഡ് ഞങ്ങൾ കൂടൊക്കെ വെച്ച് തരുന്നത്. ഇപ്പോൾ വീടിൻ്റെ പണിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പുറത്തെ സ്ഥലം ഞങ്ങളതൊന്നും അല്ല, വേറില്ല. അപ്പോൾ അവരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വെച്ചത്. ഇനിയിപ്പോൾ ആ പെര ഷെഡ് ഞങ്ങൾ പൊളിക്കും. ഇങ്ങോട്ട് താമസം മാറുന്ന സമയത്തേ പൊളിക്കും. അപ്പോൾ പിന്നെ കൂടെ അങ്ങോട്ട് മാറ്റും. അപ്പോൾ ഞങ്ങൾ താമസിക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ വേണ്ട. അപ്പോൾ പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ ഇതങ്ങനെ ഇപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഇവിടെ മണൽ ഞങ്ങൾ ചാല് കൂടി വെള്ളം വന്നു. ഇപ്പോൾ കെട്ടിയ ചാല് അങ്ങനെ നല്ലതായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് നല്ല വെള്ളം കയറിയിരുന്നു. അപ്പോൾ ഈ ചാക്കിത്തെ മണലൊക്കെ ഞങ്ങളെ ചാലിൽ നിന്ന് ഞങ്ങൾ കോരിയതാണ്. അതാണെങ്കിൽ ചാക്ക് നിർമ്മിച്ചിട്ട് ആകെ മണലൊക്കെ പോയി. ഇവിടെ ആകെ ഇതുപോലെ ആയി. ആകെ തൊട്ടാൽ ആകെ മണൽ മൊത്തം പോവും. അപ്പോൾ ഞങ്ങളെ ഉള്ളിൽ ഇതങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇവിടേക്കാണ് ഞങ്ങൾ വെക്കണത്. എവിടെ വേറെ പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട് ഞങ്ങളോട്. ഇതാ ചെറിയൊരു പൂച്ചക്കുട്ടി. പിന്നെ കുറേ കറുകത്തൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ വാതിൽ തുറക്കുകയാണ്. വീട്ടിൽ പണികളൊന്നും കേട്ടില്ല. ഇനി ഒരുപാട് പണികൾ നടക്കാനുണ്ട്. മോന് വെറുതെ കാട്ടുകയാണ്. ഇപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളെ പെരയുടെ ഉള്ളിൽ. പണിയൊക്കെ ഇനി കിടക്കുന്നുണ്ട്. കബോർഡുകളൊന്നും വെച്ചിട്ടില്ല. കബോർഡൊക്കെ ഇനി വെക്കാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് പാസ്സായതാണ്. ഇപ്പം ഇങ്ങനെ ആയി.
ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഇനി നടക്കാനുണ്ട്. നമ്മളിവിടെ വന്ന് കടന്നിരുന്നത് അവിടെ പാമ്പിൻ്റെ ശല്യമുള്ള കാരണം. പാമ്പിൻ്റെ ശല്യം എന്ന് വെച്ചാൽ നല്ല ഉണ്ടായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി വന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഒറ്റക്കാകാരം, കുട്ടികൾ സ്കൂളിൽ പോകും, ബസ് വർക്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് കടന്നിരുന്ന പായിട്ടിട്ട് അങ്ങനെ കൊടുന്ന് വെച്ചതാണ് അവിടെ. അപ്പോൾ വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വിരിച്ചാണ്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും, അതിന് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ എത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോയുമായി വരാം. ബായ്.